പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഒരു എപ്പിസോഡ് കൂടെ കൂട്ടിച്ചേർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ നമ്മുടെ പ്രസവ വ്യാഴാഴ്ചയും ഒരു മെത്രോപോലിത്തായുടെ പ്രസംഗത്തിൽ കേട്ടു. വിശുദ്ധ കുർബാന വെറും പ്രതീകാത്മകമാണ്. ഇന്ന് കത്തോലിക്ക സഭയിൽ പോലും ഈ യേശുക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം നിഷേധിക്കുകയോ സംശയിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്ന വൈദികരും വൈദിക മേലധ്യക്ഷന്മാരും പോലും ഉണ്ട്. കുർബാന വെറും ഒരു ഓർമ്മയാചരണം എന്ന ബന്ധുക്രിസ്തുകാർ പറയുന്ന പോലെ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്ന പോലെ. ഇവിടെ ഞാൻ അല്പം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6 കഥാനുവചനം നിലനിൽക്കുന്നതാണ്. ഒരിക്കലും ആ പ്രവാചക വചനങ്ങൾ നഷ്ടപ്പെടുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും അവൻ്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോവില്ല. 6 അധ്യായം 27 ഞാൻ വായിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഹല്ലേലൂയ. കഥ പറയാണ്, വ്യർത്ഥമായ നമ്മൾ അപ്പവും കപ്പയൊക്കെ ഉണ്ടാക്കാൻ അധ്വാനിക്കുന്നു. അതിന് അധികമായിട്ട് മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അപ്പത്തിനായിട്ട് അധ്വാനിക്കുവിൻ. എന്നിട്ട് വളരെ വ്യക്തമായിട്ട് 33 വചനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവൻ നൽകുന്നവനത്രേ, അത് ഞാനാകുന്നു എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞപ്പോൾ ഞാനാകുന്നു നമ്മുടെ വെച്ച് പറഞ്ഞില്ല, നൽകുന്നത് എത്രയെന്ന്. അതാ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവൻ നൽകുന്നതത്രേ, അതാണ് യഥാർത്ഥ അപ്പം. അത് നിത്യജീവൻ നൽകുന്ന, ജീവിതം മുഴുവൻ ജീവൻ നൽകുന്ന അപ്പം. അപ്പോൾ ഇസ്രായേൽക്കാർ പറഞ്ഞു, ആ അപ്പം തരണമേ എപ്പോഴും. ആ സമയക്കാർ സ്ത്രീ കിണറ്റുകരെ വെച്ച് പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ എപ്പോഴും തരണമേ എന്ന് പറഞ്ഞ പോലെ 6:34 യോഹന്നാനിൽ പറയുന്നു, ആ അപ്പം എപ്പോഴും തരണമേ. അപ്പോഴാണ് അസന്നിഗ്ധമായ ഭാഷയിൽ ഈശോ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ദാഹിക്കുകയുമില്ല. ഹല്ലേലൂയ. ഇന്നത്തെ കത്തോലിക്കർ കണ്ടിട്ടും കാണാത്തവരാണ്, തൊട്ടിട്ടും വിശ്വസിക്കാത്തവരാണ്, അടുക്ക വന്നിട്ടും അവന് സാമീപ്യം അറിയാത്തവരാണ് എന്ന് ഞാൻ പറയും. എന്നിട്ട് യേശു തുറന്നു പറഞ്ഞു, പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അടുത്ത് വരും, ഞാൻ അവരെ ഒരിക്കലും തള്ളിക്കളയില്ല. യോഹന്നാൻ 6:35 മുതൽ 37. അതെ, ഇനിയും ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് യഹൂദന്മാർ പിറുപിറുക്കാൻ തുടങ്ങിയത് എന്ന് ഓർക്കണേ. അതെ, മനസ്സിലാക്കാൻ പറ്റിയില്ല അവരുടെ ബുദ്ധി കൊണ്ട്. അത് ബുദ്ധിക്ക് അതീതമായിരുന്നു. അവർ പരസ്പരം പിറുപിറുക്കേണ്ട എന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ പിതാവ് ആകർഷിച്ചവർ എൻ്റെ അടുത്ത് വരും, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഉയർപ്പിക്കും. 6 അധ്യായം 43 മുതൽ വചനങ്ങൾ. പിറുപിറുക്കേണ്ടവരെ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. നമുക്കറിയാം, മരുഭൂമിയിലൂടെ പോയപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനം പിറുപിറുത്തു. അവരാരും നമുക്കറിയാം തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്ത് പോയില്ല. ഇന്നും പിറുപിറുക്കുന്നവരുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാഞ്ഞിട്ട് എന്തൊക്കെയാണ് അച്ഛന്മാർ പറയുന്നത്, എന്തൊക്കെയാണ് ഈ മഞ്ഞാക്കച്ചൻ വിളിച്ചു പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് വീണ്ടും ഊന്നി അസന്നിഗ്ധമായിട്ട് പറയുന്നു, അത് മറന്നു പോകരുത്, ഞാൻ ജീവന്റെ അപ്പമാണ്. 6:48 മറക്കരുത്, ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. യേശു ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിച്ചു കൂട്ടാൻ പാടില്ലാത്തത്. അപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നാട്ടിൽ പറയില്ല, ചോറും കപ്പയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? എങ്കിൽ അപ്പം, ബ്രെഡ് ശരീരത്തിൻ്റെ പോഷകമാണ്. അപ്പോൾ ആധ്യാത്മിക മനുഷ്യൻ്റെ പോഷണമാകുന്ന ജീവന്റെ അപ്പമാകുന്ന യേശു ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് ഞാൻ. എന്നിട്ട് ആ മന്നായുടെ പ്രതീകം കാണിച്ചു. അത് മന്ന ഒരു പ്രതീകമായിരുന്നു. അതായത് അത് ഭക്ഷിച്ചവർ മരിച്ചു, എന്നാൽ എന്നെ ഭക്ഷിക്കുന്നവൻ മരിക്കയില്ല എന്നവിടെ ഊന്നി പറഞ്ഞു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. 6:51. ഇനിയും ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ എന്നേക്കും ജീവിക്കും, ഇവിടെയും ജീവിക്കും, തുടർന്നും ജീവിക്കും. ആ ജീവിതമാണ് ഇന്ന് എൻ്റെ ജീവിതമെന്ന് പച്ചക്ക ഞാൻ പറയും. 80 വയസ്സിൽ
ഈ എല്ലാ രോഗങ്ങളുമുള്ള ഹാർട്ടിനും കിഡ്നിക്കും അതുപോലെ നരമ്പിനും എല്ലാം രോഗിയായി ചേർന്നിരിക്കുന്ന ഞാൻ ജീവിക്കാൻ കാരണം അതാണ് ജീവൻ്റെ അപ്പം. അതെന്നും ഭക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡുകളിൽ പറഞ്ഞല്ലോ, എൻ്റെ രോഗമനവ മാറുക ആ അപ്പം കൊണ്ടും ആ ജലം കൊണ്ടുമാണ്. ഇനിയും അത് കർത്താവ് പറയുന്നു, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. നമുക്കറിയാം ദൈവത്തിൽ 2 സ്വഭാവമുണ്ടായിരുന്നു. ഒരു സ്വഭാവം ദൈവിക സ്വഭാവം, അത് മറിയത്തിൻ്റെ ഉദരത്തിലൂടെ മനുഷ്യ സ്വഭാവമായി. ഈ 2 സ്വഭാവവും 100% ഉണ്ട്. ദൈവം ആണ്, മനുഷ്യനുമാണ് യേശു. അപ്പോൾ ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാക്കുവാൻ 2 പത്രോസ് 1:4 അങ്ങനെ ലോകമോഹങ്ങളെയും ജഡിക മോഹങ്ങളെയും അതിജീവിക്കുവാൻ ആന്തരിക ശക്തി കിട്ടുവാനായിട്ട് നൽകപ്പെട്ട ജീവൻ്റെ അപ്പമാണ് അത് കർത്താവിൻ്റെ ശരീരവും രക്തവും ദീപബലിയിൽ എന്ന കാര്യം നാം മറക്കരുത്. അവിടുന്ന് കർത്താവ് ഉപയോഗിച്ച ഭാഷ എന്താണ്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുക. അത് കേട്ടപ്പോൾ അത് യഹൂദന്മാർക്ക് പിറുപിറുപ്പല്ല, അരിശവും ദേഷ്യവും അത് മനസ്സിലാക്കാൻ ഒട്ടും കഴിയില്ല. അവർ വിളിച്ചു പറഞ്ഞെന്താണ്? അത് ഇത് ആർക്ക് കേൾക്കാൻ കഴിയും? മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതെ, ഒരുപക്ഷെ നരഭോജികളാണ് എന്നവർ കർത്താവ് പറഞ്ഞെന്ന് ഓർത്ത് കാണും. മനുഷ്യൻ്റെ ശരീരവും തിന്നാനും കുടിക്കാനും പറഞ്ഞിരിക്കുന്നു. ആ മനുഷ്യൻ്റെ പിൻപിലുള്ള ദൈവിക മനുഷ്യനെ, ദൈവപുത്രനെ കാണാത്തത് കൊണ്ടല്ലേ അവരങ്ങനെ ചിന്തിച്ചത്. അതെ, അപ്പോൾ ഈ പ്രതീകം എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് പ്രതീകാത്മകമായി സംസാരിച്ചു. ഉദാഹരണമായിട്ട് ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞാൽ കഥകൾ, തടി കൊണ്ടുള്ള കഥകൾ എന്നല്ല എൻ്റെ അർത്ഥം. അതിന് വേറെ അർത്ഥമായിരുന്നു. സത്യം സാധ്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ നല്ല ഇടയനാകുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വാതിൽ ഞാനാണ്. എന്നാൽ ഇത് പ്രതീകാത്മകമായിട്ടല്ല വിശുദ്ധ കുർബാനയെ പറ്റി പറഞ്ഞത്. നോക്കൂ, ഓർക്കണമേ പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ